പൊതുദർശനമില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വീട്ടിൽ പക്ഷേ സിതാരയിൽ പക്ഷേ എത്തുന്നവർക്ക് കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് 4 മണി വരെ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. 5 മണിക്ക് കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിലാണ് സംസ്കാരം. ഈ കാര്യത്തിൽ ഇന്നലെ രാത്രി മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. സാധാരണഗതിയിൽ കോഴിക്കോട്ടാണെങ്കിൽ ഒരു ടൗൺ ഹാളിലെ പൊതുദർശനം ഉണ്ടാവും, ഒരു വിലാപയാത്ര ഉണ്ടാവും. MT ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഒരു രാജകീയമായ യാത്രയപ്പ് അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. കേരളത്തിലെ ഏത് സാഹിത്യകാരന് കിട്ടുന്നതിനേക്കാൾ അപ്പുറത്തൊരു യാത്രയപ്പ് കിട്ടുമായിരുന്നു. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട്? എല്ലാ തരത്തിലും വ്യത്യസ്തനാവുന്ന അങ്ങനെയാണല്ലോ. ആൾക്കൂട്ടത്തിൽ അദ്ദേഹം ഏകനായിരുന്നു. അങ്ങനെ ആൾക്കൂട്ടം വന്ന് ആരാധിക്കുന്ന ആരാധക വിധത്തിൽ നടുവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല. പിന്നെ അതിൻ്റെ ഒരു ആവശ്യമില്ല. മരിച്ചു കഴിഞ്ഞാൽ പോവുക, അത് കാത്തു വെക്കരുത് എന്നുകൂടി, അത് വേഗം മരിക്കണം, വയ്യാതെ കിടക്കരുതെന്ന് പോലും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഒരു തരത്തിൽ അതൊക്കെ അദ്ദേഹം ആഗ്രഹിച്ച പോലെ തന്നെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വീരാരാധനയൊന്നും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. കുറേ ആളുകൾ വന്ന് സെൽഫി എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ഫാൻസിനെ ആരാധക വൃന്ദത്തിൻ്റെ എന്താ പറയുക പുകഴ്ത്തലുകൾക്കിടയിൽ അവരുടെ ഒരു ഓളത്തിനിടയിൽ നിൽക്കാനൊന്നും അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചിട്ടേ ഇല്ല. അപ്പം അതുകൊണ്ട് മരണത്തിലും അങ്ങനെ മതി എന്ന് അദ്ദേഹം തീരുമാനിക്കുകയായിരിക്കണം. ഉറപ്പായിട്ടും. പിന്നെ ഈ സാഹിത്യകാരന്മാർക്കിടയിൽ എപ്പോഴും ഓരോ ഗ്രൂപ്പ് അത് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. നമ്മൾ ഒരുപാട് ഈ നാട്ടിലുണ്ടായിരുന്നതുകൊണ്ടും സാഹിത്യകാരന്മാരായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഓരോരുത്തരും ഓരോ കോക്കസൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നു. പക്ഷേ ഒന്നിലും പെടാതെ MTയുടെ അടുത്തേക്ക് ആ ഒരു കോക്കസിന് ചെന്ന് കയറാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹം അങ്ങനെ എല്ലാവരും തടഞ്ഞു വെച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെതായ എഴുത്ത് അതുമായി ബന്ധപ്പെട്ട ആവശ്യമായി സംസാരിച്ചത്. അത് കുറച്ചല്ലേ സംസാരിക്കാറുള്ളൂ, അദ്ദേഹം സംസാരിക്കാറുമില്ലല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇനി എന്തെങ്കിലും ഒരു വിടവ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ എഴുത്തിലുണ്ട്. ഈ അക്ഷരങ്ങൾ എന്ന് പറയാറുണ്ട്. സാധാരണ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ നശിക്കാത്തതെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മലയാള ഭാഷ ഉള്ളിടത്തോളം ഒരു നാശം ഉണ്ടാവില്ല. കാരണം അദ്ദേഹം പറയാനുള്ളതെല്ലാം അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് കൂടുതൽ സംസാരിക്കുകയായിരുന്നില്ല, കൂടുതൽ എഴുതുകയായിരുന്നു, കൂടുതൽ വായിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. ഉറപ്പായിട്ടും നമ്മളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നവർ എന്ന രീതിയിൽ നമുക്ക് അഭിമാനിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും അദ്ദേഹത്തിൻ്റെ കാലത്ത് നമ്മൾ ജീവിച്ചു, അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ജീവിച്ചു, അദ്ദേഹത്തെ വായിച്ചുകൊണ്ട് ജീവിച്ചു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. ഇവരെന്നാണെങ്കിലും ഉറപ്പായിട്ടും ദൂരനാണെങ്കിലും ഇടയ്ക്കൊക്കെ കണ്ടിട്ടുമുണ്ട്. പക്ഷെ നമ്മൾ ഈ അദ്ദേഹത്തെ അറിയുമ്പോൾ നമ്മളുടെ അടുത്തുള്ള ഒരാൾ തന്നെയാണല്ലോ. പോയി അങ്ങോട്ട് സംസാരിക്കുന്നുള്ളല്ലോ, നമ്മൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെയല്ലേ നമ്മുടെ സ്വന്തമാക്കുന്നത്. ആ രീതിക്ക് നമ്മൾ അഭിമാനിക്കാൻ തോന്നി ഈ കാലത്ത് നമ്മൾ ജീവിച്ചതിന്. ഈ മാധ്യമപ്രവർത്തനത്തിന് തുടക്കത്തിൽ ഈ മനോരമയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പിറന്നാളുകൾ എന്ന് പറയുന്നത് ഇവിടെ എല്ലാവർക്കും ആഘോഷമാണ്. അദ്ദേഹത്തിനൊഴികെ ബാക്കി എല്ലാവർക്കും ആഘോഷമാണ്. സാധാരണ പിറന്നാൾ ദിവസം മാധ്യമരംഗത്ത് എല്ലാവരും ഒരു നല്ല ഫോട്ടോയും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ഫീച്ചറും ഒക്കെ ഉണ്ടാവും. ചാനലുകൾക്ക് പക്ഷേ അദ്ദേഹം മുഖം കൊടുക്കുന്നത് വളരെ കുറവായിരുന്നു. അങ്ങനെ ഒരവസരം എനിക്കും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു പിറന്നാൾ ദിവസം ഇവിടെ വരുന്നു. നമ്മൾ മാതൃഭൂമി മാത്രം ഉണ്ടായിരുന്നു, അന്ന് മനോരമ ഈ വന്ന ദിവസം ഇവിടുത്തെ കോഴിക്കോട് MP MK രാഘവനുണ്ട്. കുറച്ച് അദ്ദേഹത്തെ ഏറ്റവും അടുപ്പുള്ള സാഹിത്യകാരന്മാരുണ്ട്. അവരൊരു കേക്ക് മുറിക്കുന്നു, ഒരു പൊന്നാട അണിയിക്കുന്നു. അപ്പോൾ അദ്ദേഹം ക്യാമറയിൽ പ്രതികരിക്കുക, മൈക്കിൽ പ്രതികരിക്കുന്നതൊക്കെ വളരെ കുറവാണ്. മൈക്ക് നീട്ടുന്നതൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അപ്പോൾ നമ്മളിങ്ങനെ മാറി നിന്നിട്ട് മൈക്ക് നീട്ടാതെ അദ്ദേഹത്തിൻ്റെ ഒരു മൗനാനുവാദമെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ മൈക്ക് നീട്ടാൻ സമ്മതം അറിയിച്ച് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ മൈക്ക് വെച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്. അദ്ദേഹം ഈ 86 വയസ്സായി എന്താണ് തോന്നുന്നതെന്ന് ചോദിച്ചു. സ്വാഭാവികമായ ചോദ്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിന് വളരെ കുറഞ്ഞ വാക്കുകളെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഗുരുക്കന്മാരായിട്ടുള്ള ആളുകൾ, അമ്മ, അച്ഛൻ, അവർക്കൊക്കെ നന്ദി പറഞ്ഞു അദ്ദേഹം. അവരൊക്കെയാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ളതും അങ്ങനെ സ്വാധീനിച്ചവർക്കും പിന്നെ എനിക്ക് എൻ്റെ കഥാപാത്രങ്ങളോടുമൊക്കെയുള്ള നന്ദി അദ്ദേഹം അറിയിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് MTയെ വീണ് കിട്ടുമ്പോൾ ഒരു ചോദ്യം കൂടി ഒരു പത്രക്കാരൻ്റെ ഒരു ഉണ്ടാകുമല്ലോ, സ്വാഭാവികമായ കൗതുകം ഉണ്ടാവുമല്ലോ. അപ്പോൾ കൗതുകത്തിൽ അപ്പോൾ അതിൽ നമ്മൾ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്, ഇനി എന്താണ് എഴുത്തിൽ എന്നുള്ളത്. അപ്പോൾ അതൊരു അനവസരത്തിലുള്ള ചോദ്യമാണെന്ന് പിന്നീട് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. കാരണം ഒരു പത്രക്കാരനായതുകൊണ്ടോ മാധ്യമപ്രവർത്തകനായതുകൊണ്ടോ ഏതവസരത്തിലും ഏത് സന്ദർഭത്തിലും ഏത് ചോദ്യവും ചോദിക്കാനുള്ള ഒരു റൈറ്റ് ഒന്നും ഇല്ല. കാരണം അദ്ദേഹം ഒരു പത്രക്കാരനാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി എന്ന് പറയുന്നത്, നിങ്ങൾ പിറന്നാളിന് വന്നതാണ്, പിറന്നാളിന് വന്നാൽ പിറന്നാൾ ആശംസിച്ച് പോയിക്കൊള്ളണം, സാഹിത്യം ചർച്ച ചെയ്യാൻ വന്നതല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അന്ന് സത്യത്തിൽ ഒരു വളരെ ജൂനിയറായൊരു മാധ്യമപ്രവർത്തകന് ഉണ്ടാകുന്ന മാനസിക വിഷമമൊക്കെ എനിക്കുണ്ടായി. വലിയ ആൾക്കൂട്ടം അല്ലെങ്കിലും കോഴിക്കോട്ട് വളരെ പ്രമുഖരായ ആൾക്കാർക്കിടയിൽ നിൽക്കുന്നു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, MK രാഘവൻ തോളിത്തട്ടി സാരമില്ല, അദ്ദേഹം ഇങ്ങനെയാണ് എന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്നു. പക്ഷേ എനിക്ക് പിന്നീട് വലിയൊരു പാഠമുണ്ട് അതിനകത്ത്. ഒരു മാധ്യമപ്രവർത്തകനാണ് എന്ന് കരുതി ഏതവസരത്തിലും എന്ത് ചോദ്യമൊന്നും എന്നുള്ളത് അത് ശ്രദ്ധിക്കണം. ഇപ്പം അത് തീരെ ഇല്ലാത്തൊരു കാലത്തും കൂടിയാണ് നമ്മൾ മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. അദ്ദേഹം ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ടതാണെന്ന് പറഞ്ഞു പഠിപ്പിക്കുകയല്ല, ചിലതൊക്കെ അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും അതൊരു എന്താ പറയുക, ഇപ്പോഴത്തെ കാലത്ത് ആരും സ്വീകരിക്കാത്തൊരു മാതൃകയാണ്.
എഴുത്തുകാരന്മാരെ സംബന്ധിച്ചായാലും അദ്ദേഹത്തിൻ്റെ രീതിയിൽ ആരും പിന്തുടർന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം പ്രതികരിക്കുമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മൈക്ക് നീട്ടാനും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വാർത്തയാക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പക്ഷെ അത് ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത് താല്പര്യപ്പെട്ടിരുന്നില്ല. അദ്ദേഹം എഴുത്തിലൂടെ അറിയപ്പെട്ടാൽ മതി, അല്ലെങ്കിൽ അറിയപ്പെടുക എന്ന ഉദ്ദേശത്തിലല്ലല്ലോ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. വായനക്കാരുണ്ടാകുക എന്നുള്ള ആഗ്രഹം മാത്രമായിരുന്നു അത്. അദ്ദേഹം ഒരുപക്ഷെ പ്രതീക്ഷത്തിലും അപ്പുറം തലമുറകളിലേക്ക് അത് പടർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും വരുന്ന തലമുറയായാലും എനിക്കൊന്ന് വായിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥയെങ്കിലും വായിക്കാത്ത ഒരു കുറവായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അത് വായിക്കുമ്പോൾ ഒരു കഥാപാത്രത്തെ പരിചയപ്പെടാനല്ല, ഒരു കാലത്തെ പരിചയപ്പെടാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വായിക്കുമ്പം സ്വാതന്ത്ര്യാനന്തര കേരളത്തിൻ്റെ ചരിത്രം വായിക്കുന്നത് കൂടി അങ്ങനെ കൂടി നമുക്കതിനെ വായിച്ചെടുക്കാൻ പറ്റും. ആ ഒരു കാലം വായിച്ചെടുക്കാം, ശരിയാണ്. ഇപ്പോൾ ഇല്ലാത്ത സാഹചര്യങ്ങളൊക്കെ വിവരിച്ചു പോകുന്ന ഒരു കാലം, കേരളത്തിലെ ഒരു കാലം, അത് അങ്ങനെ വായിച്ചെടുക്കാം, ശരിയാണ് പറഞ്ഞത്. പക്ഷെ അതിലപ്പുറം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മനുഷ്യനെ മനസ്സിലാക്കുന്ന രീതിയിൽ ഉള്ള വായനയായിരിക്കും കുറച്ചുകൂടി MTയുടെ കഥകളെന്ന് എനിക്ക് തോന്നുന്നത്. മനുഷ്യൻ എങ്ങനെയെന്നുള്ളത്, മനുഷ്യൻ്റെ ചിന്തകളെയും ആലോചനകളെയും ഒക്കെ വിലയിരുത്തുന്ന രീതിയിലുള്ള എഴുത്തുകളാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ. അതിലേക്കാണ് കഥാപാത്രങ്ങളെ പോളിഷ് ചെയ്യാതെ അദ്ദേഹത്തിന് ചുറ്റും പരിചയപ്പെട്ട കഥാപാത്രങ്ങളെ ഒരു കഥാപാത്ര നിർമ്മിതി മാത്രമാണ് നടത്തിയിരുന്നത്. അത് വലിയ പോളിഷിങ്ങും നടത്താതെ യഥാർത്ഥമായി അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഭാഷയാണ് എപ്പോഴും ഈ ചുരുക്കി നല്ല ഭംഗിയാക്കി വരുന്ന ഭാഷയിലുള്ള സ്വാധീനമാണ് നമുക്ക് ഭയങ്കരമായി നമ്മളെ അട്രാക്റ്റ് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ ഭാഷ തന്നെയാണ് എഴുത്തിൽ.